വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി പട്ടിക തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. പ്രാദേശിക സമിതിയാണ് ആദ്യ പട്ടിക തയ്യാറാക്കുക. മരിച്ചവർക്കുള്ള ധനസഹായ വിതരണത്തിന് 2 സമിതികൾ രൂപീകരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇനിയും കണ്ടെത്തേണ്ടത് 32 പേരെയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമ്പോഴും കാണാതായവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ സാങ്കേതിക തടസ്സം സർക്കാർ നേരിട്ടിരുന്നു. കാണാതായ 32 പേരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതോടെ ധനസഹായം നൽകുന്നതിലെ തടസ്സങ്ങൾ നീങ്ങും. കാണാതായവരെക്കുറിച്ച് ബന്ധുക്കൾ നൽകിയ പരാതികൾ ശേഖരിക്കും. പ്രാദേശിക സമിതിയാണ് ആദ്യ പട്ടിക തയ്യാറാക്കുന്നത്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ് സ്റ്റേഷനിലെ SHOമാർ എന്നിവരടങ്ങുന്നതാണ് സമിതി. തുടർന്ന് പ്രാദേശിക സമിതി തയ്യാറാക്കിയ പട്ടിക ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുകയും ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിച്ച ശേഷം സംസ്ഥാനതല സമിതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ, തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എന്നിവർ അടങ്ങുന്ന സംസ്ഥാനതല സമിതി റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം സർക്കാരിന് കൈമാറും. തുടർന്ന് പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകുകയും ധനസഹായം കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 2 സമിതികളാണ് ധനസഹായം നൽകുന്നതിനായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.